നിങ്ങൾക്കിപ്പോൾ ഒരു കംപ്ലീറ്റ് AI എനേബിൾഡ് ലാപ്ടോപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും മോസ്റ്റ് അഫോർഡബിൾ ആയ ഒരു AI എനേബിൾഡ് ലാപ്ടോപ്പാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് ഫ്രം ലെനോവോ. ഐഡിയാപാഡ് സ്ലിം 5i എന്നാണ് ഈ ലാപ്ടോപ്പിന്റെ പേര്. ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്രോസോഫ്റ്റിന്റെ കോപ്പൈലറ്റ് ഉണ്ടല്ലോ, ഈ ഒരു സംഗതി ഇത്രയധികം യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ള കാര്യം ഞാൻ ഈ ഒരു ലാപ്ടോപ്പിൽ ഇങ്ങനെ ഒരു ഡെഡിക്കേറ്റഡ് കീമായിട്ട് ഈ ഒരു ലാപ്ടോപ്പിന്റെ കിട്ടുന്നവരെ ഞാൻ വിചാരിച്ചിട്ടില്ല. അതെ ഗൈസ്, ലെനോവോയുടെ ലാപ്ടോപ്പാണ്. അതിൽ ഇവിടെ നിങ്ങൾക്ക് ഒരു ഡെഡിക്കേറ്റഡ് കോപ്പൈലറ്റ് കീ കാണാം, മൈക്രോസോഫ്റ്റിന്റെ കോപ്പൈലറ്റ് കീ. സോ ഇത് എങ്ങനെയാണ് ഇത്രയധികം യൂസ്ഫുൾ ആവുന്നത്, എന്താണ് ഇതിന്റെ അഡ്വാൻസ്ഡ് AI കേപ്പബിലിറ്റീസ് എന്നുള്ള കാര്യം ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാം. ലെനോവോയുടെ ലാപ്ടോപ്പ്, മൈക്രോസോഫ്റ്റിന്റെ കോപ്പൈലറ്റ്. സോ ഇത് രണ്ടും തമ്മിലുള്ള കൊളാബറേഷൻ ആണ് നമ്മുടെ ഈ ഒരു വീഡിയോ. AI ഫീച്ചറിലേക്ക് വരുന്നതിന് മുമ്പ് ഈ ലാപ്ടോപ്പിനെ ഒന്ന് പരിചയപ്പെടുത്താൻ. ഇതാണ് ഐറ്റം, കണ്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു സ്ട്രോങ് ലാപ്ടോപ്പ് ആണ്. മിലിറ്ററി ഗ്രേഡ് സർട്ടിഫിക്കേഷൻ ഒക്കെ ഉണ്ട്. അതായത് MIL സ്റ്റാൻഡേർഡ് 8110H ആണ് വരുന്നത്. അതായത് അത്യാവശ്യം മോസ്റ്റ് ഡ്യൂറബിൾ ആയ ഒരു ലാപ്ടോപ്പ് ആണെന്ന് സാരം. അലുമിനിയം ആണ് മൊത്തത്തിൽ, കണ്ടോ. ഫ്രണ്ട് സൈഡിൽ ലെനോവോയുടെ ബ്രാൻഡിംഗ് മാത്രമേ ഉള്ളൂ. ബാക്ക് സൈഡിൽ എയർ വെന്റിംഗ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. റൈറ്റ് സൈഡിൽ 2 USB-A പോർട്ടും ഒരു SD കാർഡ് സ്ലോട്ടും ഉണ്ട്. ലെഫ്റ്റ് സൈഡിൽ 2 USB പോർട്ടും ഉണ്ട്, ഒരു HDMI പോർട്ട് ഉണ്ട്, ഒരു 3.5mm ജാക്ക് ഉണ്ട്. ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു 16 ഇഞ്ച് OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 400 നിറ്റ്സിന്റെ ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. 60 ഹെർട്സിന്റെയാണ് ഡിസ്പ്ലേ, ബട്ട് ഗുഡ് ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്. 100% DCI-P3 സപ്പോർട്ട്, 100% ലോ ബ്ലൂ ലൈറ്റ് സർട്ടിഫിക്കേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിന്റെ ഡിസ്പ്ലേയിൽ വരുന്നുണ്ട്. ഡിസ്പ്ലേ ക്വാളിറ്റി അടിപൊളിയാണ്. മുകളിലായിട്ട് ഫുൾ HD ക്യാമറ നിങ്ങൾക്ക് കാണാം. വീഡിയോ കോൾ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ക്യാമറ ഉപയോഗിക്കാം. അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. അതിനൊരു ഷട്ടറും കൊടുത്തിട്ട് നിങ്ങൾക്ക് പ്രൈവസി ഷട്ടർ വേണമെങ്കിൽ അത് അടച്ചു വെക്കാവുന്നതാണ്. ആവശ്യമില്ലെങ്കിൽ ആവശ്യമുള്ളപ്പോൾ തുറന്നു വെച്ച് ഉപയോഗിക്കാം. താഴെ കീബോർഡ്, ഒപ്പം തന്നെ ഫ്രണ്ട് ഫയറിംഗ് സ്പീക്കർ നിങ്ങൾക്ക് അവിടെ കാണാം. പവർ ബട്ടൺ കാണാം. താഴെ ട്രാക്ക് പാഡ്, അതിൻ്റെ അടുത്ത് കുറേ ലോഗോകൾ. സോ അപ്പോൾ അത്രയുമാണ് ഇതിൻ്റെ ഒരു ഓവർവ്യൂ. ഇനി നമുക്ക് ഇതിന്റെ ഈ പറഞ്ഞ അഡ്വാൻസ്ഡ് ആയ AI ഫീച്ചറുകൾ. ആദ്യം തന്നെ ലെനോവോയ്ക്ക് ഈ പറഞ്ഞ മൈക്രോസോഫ്റ്റിന്റെ കീഴിലേക്ക് വരുന്നതിന് മുമ്പ് ലെനോവോയ്ക്ക് കുറച്ച് AI ഫീച്ചറുകൾ ഉണ്ട്. ഒന്നാമത്തെ ഫീച്ചറാണ് ഫ്ലിപ്പ് ടു സ്റ്റാർട്ട്. ഷട്ട് ഡൗൺ ആയിരിക്കുന്ന ലാപ്ടോപ്പ് നമ്മൾ ഓപ്പൺ ചെയ്താൽ ഫ്ലിപ്പ് ടു സ്റ്റാർട്ട് എന്ന ഫീച്ചറിലൂടെ ഇത് താനെ ഓൺ ആവും. നമ്മൾ ഓൺ ആക്കാൻ വേണ്ടി പവർ ബട്ടൺ ഒന്നും പ്രസ് ചെയ്ത് പിടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ താനെ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ഓൺ ആയി. ഇനി എൻ്റെ ഫേസ് റെക്കഗ്നേഷൻ അതിൽ വെച്ചിരിക്കുന്നത്. സോ എൻ്റെ മുമ്പിൽ വെച്ച് ഞാൻ ഇങ്ങനെയായിരിക്കും ഓപ്പൺ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ തന്നെ എൻ്റെ ഫേസ് റെക്കഗ്നൈസ് ചെയ്ത് ഇത് ഓപ്പൺ ആവുകയാണ്. നമ്മൾ എവിടെയും ടച്ച് ചെയ്യേണ്ട, സീറോ ടച്ച്. പിന്നെ ലെനോവോ പ്രസന്റ് ഡിറ്റക്ഷൻ എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. നമ്മൾ ഇതിന് മുമ്പിൽ നിൽക്കുമ്പോൾ ഈ ലാപ്ടോപ്പ് കൃത്യമായിട്ട് ഓൺ ആയിരിക്കും. നമ്മൾ അങ്ങോട്ട് മാറിപ്പോയി കഴിഞ്ഞാൽ ഇത് താനെ ലോക്ക് ആവും. പിന്നെ നമ്മൾ തിരിച്ചു വന്നതിന് മുമ്പിലേക്ക് നിന്ന് കഴിഞ്ഞാൽ താനെ ഓണായി അകത്തേക്ക് കയറുകയും ചെയ്യും. നമ്മൾ എവിടെയാണോ വെച്ചിരുന്നത് അതേപോലെ തന്നെ ഇരിക്കുന്നുണ്ടാവും. പക്ഷെ നമ്മൾ മാറിയാൽ ലോക്ക് ആവും. അതൊരു ഫീച്ചറാണ്. എനേബിൾ ചെയ്ത് വെച്ചാൽ കൃത്യമായിട്ട് വർക്ക് ചെയ്യും. പിന്നെ ലെനോവോയുടെ സൂപ്പർ റെസൊല്യൂഷൻ, ക്വാളിറ്റി കുറഞ്ഞ വീഡിയോസ് ഒക്കെ നിങ്ങൾ അതിനകത്ത് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അതിന് കുറച്ചുകൂടി ക്വാളിറ്റി കൂട്ടി കാണിക്കുന്ന സംവിധാനം. പിന്നെ സ്മാർട്ട് വയർലെസ് സംവിധാനങ്ങൾ, അതായത് വയർലെസ് കണക്ടിവിറ്റി, വൈഫൈ അങ്ങനെയുള്ള കണക്ടിവിറ്റികളുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുന്ന തരത്തിലുള്ള സ്മാർട്ട് വയർലെസ് സംവിധാനങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ സ്മാർട്ട് നോയ്സ് ക്യാൻസലിംഗ്. നിങ്ങൾ ഒരു വീഡിയോ കോൾ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അതിനനുസരിച്ച് അതിന്റെ മൈക്കിന്റെ നമ്മൾ ഇവിടെ നിൽക്കുന്ന സറൗണ്ടിംഗ് നോയ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്ത് നോയ്സ് ക്ലിയർ ആയിട്ട് നമ്മുടെ ഓഡിയോ അപ്പുറം നിൽക്കുന്ന ആൾക്ക് കേൾക്കാം. സോ ഇങ്ങനെയുള്ള കുറേ അഡ്വാൻസ്ഡ് ആയ AI സംവിധാനങ്ങൾ ലെനോവോയുടെ ഭാഗത്ത് തന്നെ വരുന്നുണ്ട്. ബട്ട് അതൊക്കെ സിമ്പിൾ, ഇതൊന്നും അല്ല നമുക്ക് വേണ്ടത്. ഇതിനപ്പുറത്തേക്ക് എന്ത് എന്ന് ചോദിച്ചാൽ അവിടെയാണ് നമ്മുടെ മൈക്രോസോഫ്റ്റിന്റെ ഡെഡിക്കേറ്റഡ് കീ. നിങ്ങൾക്ക് ഇവിടെ കാണാം കീബോർഡിൽ ഈ കാണുന്നതാണ് ആ കീ. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കോപൈലറ്റ് സൈഡിൽ ഓപ്പൺ ആയി വരും. നമ്മൾ എന്ത് പറയുന്നോ അതുപോലെ ChatGPT, DALL-E എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുവിധം എല്ലാം ഇതിനെ കൊണ്ട് ചെയ്യിപ്പിക്കാം. ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഈ ഒരു സൈറ്റ് മുഴുവൻ വായിക്കാൻ എനിക്ക് നേരമില്ല. ഞാനിവിടെ കോപ്പൈലറ്റ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് സമറൈസ് ദിസ് റിവ്യൂ, കണ്ടോ, അത് കൃത്യമായിട്ട് വർക്ക് ചെയ്യും. ഇനി ഒരു PDF ഡോക്യുമെന്റ് ആണ്. ഇതിനെ എനിക്ക് മുഴുവൻ വായിക്കാൻ നേരമില്ല, ഒരുപാടുണ്ട്. സമറൈസ് ദിസ് ഫോർ മീ, കണ്ടോ, അതും കൃത്യമായിട്ട് സമറൈസ് ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. ഇനി ഒരു ഇമേജ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ വേറെ എവിടെയും പോകണ്ട, ഇതേ കോപ്പൈലറ്റ് കീ അവിടെ നിങ്ങൾ ജസ്റ്റ് പറഞ്ഞാൽ മതി. വേണമെങ്കിൽ ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ വോയിസ് കൊണ്ട് പറയാം. ക്രിയേറ്റ് എ ഇമേജ് ഓഫ് കാറ്റ് ഹോൾഡിംഗ് ഐസ്ക്രീം ആൻഡ് എൻജോയിങ് സൺസെറ്റ്, കണ്ടോ, കൃത്യമായിട്ട് ആ ഇമേജ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് തന്നു. ഇനി ടെക്സ്റ്റുകൾ എന്തെങ്കിലും ഒരു ഇമേജിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യണമെങ്കിൽ എക്സ്ട്രാക്ട് ടെക്സ്റ്റ് ഫ്രം ദിസ് ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അത് എക്സ്ട്രാക്ട് ചെയ്ത് നമുക്ക് ഇവിടെ എഴുതി തരും. ഇതുകൊണ്ട് നിങ്ങൾക്ക് സ്റ്റോറികൾ ക്രിയേറ്റ് ചെയ്യാനോ, സ്ക്രിപ്റ്റ് തയ്യാറാക്കാനോ, മെയിൽ തയ്യാറാക്കാനോ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ സംഗതിയെ കൊണ്ട് നിങ്ങൾക്ക് ചെയ്യിക്കാൻ. കാരണം നിങ്ങൾക്ക് ChatGPT-യിൽ ഇരിക്കുന്ന ഒരു വിഷയമില്ല, എല്ലാ കാര്യങ്ങളും ചെയ്യിപ്പിക്കാം. സംഗതി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിനൊക്കെ പുറമെ വേണമെങ്കിൽ സിസ്റ്റം കമാൻഡും വർക്ക് ചെയ്യും. അതായത് ഇപ്പോൾ ഇത് ലൈറ്റ് മോഡിലാണെങ്കിൽ ടേൺ ഓൺ ഡാർക്ക് മോഡ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഡാർക്ക് മോഡ് ഓൺ ചെയ്യും. അതേപോലെ തിരിച്ച് ഡാർക്ക് മോഡ് ഓഫ് ചെയ്യാൻ പറഞ്ഞാൽ അത് കൃത്യമായിട്ട് ഓഫ് ചെയ്യും. അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അത് ഓഫ് ചെയ്തോളും. നിങ്ങൾ സെറ്റിംഗ്സിലൊന്നും പോയി തപ്പണ്ട. സോ ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ AI വഴി നമുക്ക് ഒറ്റ ബട്ടണിലൂടെ ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ ഇതിനൊരു AI എനേബിൾഡ് ലാപ്ടോപ്പ് എന്ന് പറഞ്ഞത്. ഇനി ഇതിന്റെ പെർഫോമൻസ് ഇത് ആർക്കുള്ളതാണ്? സ്റ്റുഡൻസിന് ആർക്ക് വേണമെങ്കിലും എടുക്കാം. സാധാരണ ഓഫീഷ്യൽ വർക്കുകൾ ചെയ്യുന്നവർക്കൊക്കെ എടുക്കാം. അത്യാവശ്യം ഫോട്ടോഷോപ്പൊക്കെ ഇതിനകത്ത് ഓടും. ഇന്റൽ കോർ അൾട്രാ 5 എന്ന ചിപ്സെറ്റാണ് വരുന്നത്. അതേപോലെ ഇന്റൽ ആർക്കാണ് ഇതിന്റെ ഗ്രാഫിക്സ് വരുന്നത്. അത്യാവശ്യം നല്ല പവർഫുൾ ആയ സെറ്റപ്പാണ്. ഞാൻ അത്യാവശ്യം ചെറുകിട ഗെയിമുകളൊക്കെ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്ത് കളിച്ചൊക്കെ നോക്കിയത് നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ അത്യാവശ്യം ഒരു ഒഫീഷ്യൽ വർക്കിനൊക്കെ പറ്റുന്ന ഒരു ലാപ്ടോപ്പാണ്. അത്യാവശ്യം നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഇത് തരുന്നുണ്ട് ഇപ്പോഴേക്ക്. എന്താണ് ഇത്തരത്തിലുള്ള ലാപ്ടോപ്പുകൾ നിങ്ങൾ ഓൾറെഡി ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെയാണ് ഇതിന് എനിക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്.
ഇനി ഒരു കാര്യം കൂടി നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യം ഉണ്ടാവും, ഇതിന്റെ ബാറ്ററി ലൈഫ്, സൗണ്ട് ക്വാളിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങൾ. സൗണ്ട് ക്വാളിറ്റി ഒന്നും കുഴപ്പമില്ല, ഇത്തിരി ലൗഡ്നെസ് ഇച്ചിരി കുറവാണെന്നാണ് എനിക്ക് തോന്നിയത്. സോ അത് മാത്രം ഒന്ന് മൈൻഡിൽ വെക്കുക. വല്ലാണ്ട് ലൗഡായ സൗണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഇവിടെ കിട്ടുന്നില്ല. അതേസമയം ബാറ്ററി ലൈഫിൽ വലിയ അപാകതയില്ല. ഒരു 5 അവറിൻ്റെയൊക്കെ ബാറ്ററി ലൈഫ് എനിക്ക് സാധാരണ രീതിയിൽ സുഖമായിട്ട് കിട്ടുന്നുണ്ട്. അത് യൂസിനെ ഡിപ്പെൻഡ് ചെയ്താണ്. നിങ്ങൾ ഫോട്ടോഷോപ്പിലൊക്കെ വലിയ എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത്രയൊന്നും കിട്ടിയെന്ന് വരില്ല. സോ അപ്പോൾ ഇതിന്റെ ഡിസൈൻ, ഡിസ്പ്ലേ, പെർഫോമൻസ്, ബാറ്ററി, ക്യാമറ, അതേപോലെ തന്നെ ഇതിന്റെ ഓവറോൾ AI ഫീച്ചേഴ്സ് എല്ലാം ഞാൻ പറഞ്ഞു. സോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് താല്പര്യമായെങ്കിൽ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുത്തിരിക്കാം. ലെനോവോയുടെ സൈറ്റിൽ ഈ ലാപ്ടോപ്പ് മാത്രമല്ല, ഐഡിയാപാഡ്, യോഗ, ഫ്ലെക്സ് ആൻഡ് ഗെയിമിംഗ്, ലീജിയൻ സംഭവങ്ങൾ നമ്മൾ അതിൻ്റെയും റിവ്യൂ ചെയ്യുന്നുണ്ട്, കാണാം. അപ്പോൾ അതും ഒക്കെ ഇതിനകത്ത് ഇവരുടെ സൈറ്റിലുണ്ട്. എന്തൊക്കെയാണോ വേണ്ടത് നോക്കിയെടുക്കുക. ഈ ഒരു സംഗതി നമുക്ക് കൺഫിഗർ ചെയ്തെടുക്കാൻ പറ്റും. അതായത് ഇതിനകത്ത് നിങ്ങൾക്ക് എത്ര റാം വേണം, എത്ര സ്റ്റോറേജ് വേണം, അതൊക്കെ നിങ്ങൾക്ക് കൺഫിഗർ ചെയ്ത് ഓർഡർ ചെയ്യാൻ സാധിക്കുന്ന ഒരു സൗകര്യമുണ്ട് അവരുടെ സൈറ്റിൽ നിന്ന്. 4 അവറിനുള്ളിൽ ഡെലിവറി ചെയ്യുന്ന ഒരു സൗകര്യം അവരുടെ സൈറ്റിൽ കാണിക്കുന്നുണ്ട്. സെലക്ടഡ് പിൻകോഡിലേക്കായിരിക്കും, എങ്കിലും അങ്ങനെ ഒരു സർവീസും അവൈലബിൾ ആണ്. പിന്നെ ഒരു ചെറിയ കോഡൊക്കെ ഉണ്ട്, കൂപ്പൺ കോഡ്. നിങ്ങൾക്ക് ആ കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 3000 രൂപയുടെ ഡിസ്കൗണ്ട് നമ്മുടെ പേരിൽ നിങ്ങൾക്ക് കിട്ടും. സോ വേണമെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ ഇതിന്റെ 2 വേരിയന്റ് ഉണ്ട്, 14 ഇഞ്ചും ഉണ്ട്, 16 ഇഞ്ചും ഉണ്ട്. എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് 16 ഇഞ്ചാണ്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചൂസ് ചെയ്യാം. പിന്നെ പ്രൈസ് പറയാൻ മറന്നു. 80,000 രൂപ റേഞ്ചിലാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. ഈ ഒരു സ്പെക്കും കാര്യങ്ങളും AI ഫീച്ചേഴ്സും എല്ലാം പരിഗണിക്കുമ്പോൾ, ബിൽഡ് ക്വാളിറ്റി എല്ലാം പരിഗണിക്കുമ്പോൾ ഡീസന്റ് പ്രൈസ് ആയിട്ട് തോന്നുന്നു. 80,000 എന്ന് പറയുന്നത് അവരുടെ ഇപ്പോഴത്തെ പ്രൈസ് ആണ്. ഓഫറുകൾ പലത് റൺ ചെയ്യുന്നുണ്ടാവും ആ സൈറ്റിൽ. അതിനനുസരിച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് വില കുറവിലും കിട്ടിയേക്കാം. പിന്നെ നമ്മുടെ ഈ കോഡും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുക. ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് തന്നെ വാങ്ങിക്കാൻ ശ്രമിക്കുക. സോ ലെനോവോ ഐഡിയാപാഡ് സ്ലിം 5i എന്ന ലാപ്ടോപ്പിന്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് നമ്മൾ ചെയ്തത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റായിട്ട് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ.